അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ സെനർ ഡയോഡിന്റെ കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. പിന്നെ ഈ ക്ലാസ് എന്ന് പറയുന്നത് പ്യുവർലി നിമി ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ. കാരണം നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രേഡ്സ്മാന്റെ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിലും ഒക്കെ അത് നിമി ബുക്കിനെ ബേസ് ചെയ്തിട്ട് തന്നെയായിരുന്നു ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് പഠിക്കുന്ന സമയത്തും ആ രീതിയിൽ തന്നെ പഠിച്ചു പോകുന്നതാണ് നല്ലത്. സെനർ ഡയോഡ്, ഓർഡിനറി ഡയോഡ് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ആക്റ്റീവ് ഡിവൈസസിൽ, ഇലക്ട്രോണിക് കമ്പോണൻസിൽ തന്നെ ആക്റ്റീവ് ഡിവൈസസിൽ വരുന്ന ഏറ്റവും ഫസ്റ്റ് ഒരു ഡിവൈസ് ആണ് ഡയോഡ് എന്ന് പറയുന്നത്. സിഗ്നൽ ഡയോഡ്, നമ്മുടെ നോർമൽ റെക്ടിഫയർ ഡയോഡ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ഡയറക്ഷനിൽ മാത്രം, യൂണി ഡയറക്ഷണൽ ഡിവൈസ് ആണ്. വൺ ഡയറക്ഷനിൽ അത് കണ്ടക്ട് ചെയ്യും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ അത് കറണ്ട് ബ്ലോക്ക് ചെയ്യുന്നതാണ്. നമ്മൾ അതിനെ ബയാസ് ചെയ്യുന്ന രീതികളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് രണ്ട് തരം ബയാസിംഗ് ആണ് നോർമൽ ഡയോഡിനെ ചെയ്യുന്നത്. ഇതും സെനർ ഡയോഡും അങ്ങനെ തന്നെ. സെനർ ഡയോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡയോഡ്, അത്ര മാത്രമേ ഉള്ളൂ. സാധാരണ നമ്മൾ പഠിക്കുന്ന റെക്ടിഫയർ ഡയോഡ് മാതിരി തന്നെയുള്ള ഒരു ഡയോഡ് തന്നെയാണ്. പക്ഷെ അതിന്റെ കൺസ്ട്രക്ഷനിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പറയുന്ന സമയത്ത് നമുക്ക് പറഞ്ഞു പോകാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷൻ, വോൾട്ടേജ് റെഗുലേറ്ററിലേക്ക് പോവാണ്. സോ വാട്ട് യു മീൻ ബൈ വോൾട്ടേജ് റെഗുലേറ്റർ? എപ്പോഴാണ് ഒരു വോൾട്ടേജ് റെഗുലേഷന്റെ ആവശ്യം എന്ന് പറയുന്നത്? ഇപ്പൊ നമ്മൾ ഒരു പവർ സപ്ലൈ എടുക്കുകയാണെന്ന് വിചാരിക്കുക. പവർ സപ്ലൈ നമുക്കറിയാം എങ്ങനെയാണ് പവർ സപ്ലൈ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ അല്ലെ. ഇപ്പൊ നമ്മുടെ വീടുകളിലേക്ക് വരുന്ന സപ്ലൈ എന്ന് പറയുന്നത് എന്താണ്? AC ഇൻപുട്ട് ആണ്. 220 വോൾട്ട് 50 ഹെഡ്സ് ആയിട്ടുള്ള AC ഇൻപുട്ട് ആണ് വരുന്നത്. പക്ഷെ നമ്മുടെ വീട്ടിലുള്ള മിക്കവാറും ഡിവൈസസുകളൊക്കെ DC-യിലായിരിക്കും വർക്ക് ചെയ്യുക. സോ യു ഹാവ് ടു കൺവേർട്ട് AC ഇൻറ്റു DC ആയിട്ട് നമുക്ക് ഫൈനലി കൺവേർട്ട് ചെയ്ത് കിട്ടണം. സോ അതിനുള്ള ഒരു സർക്യൂട്ട്, അതിനുള്ള ഒരു സിസ്റ്റമാണ് നമ്മുടെ പവർ സപ്ലൈ എന്ന് പറയുന്നത്. സോ ഇതിൽ നമുക്ക് കുറച്ചധികം ബ്ലോക്കുകളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ AC-നെ റെക്ടിഫിക്കേഷൻ ചെയ്യും. റെക്ടിഫയർ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. റെക്ടിഫിക്കേഷൻ ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ നോർമൽ ഡയോഡാണ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സിഗ്നൽ ഡയോഡ്, അല്ലെങ്കിൽ റെക്ടിഫയർ ഡയോഡ് എന്നൊക്കെ പറയും. സിഗ്നൽ ഡയോഡ്, ഈ ഡയോഡിനെ നമ്മൾ ഒന്നെങ്കിൽ ഫുൾ വേവ് കോൺഫിഗറേഷനിലോ ബ്രിഡ്ജ് കോൺഫിഗറേഷനിലോ ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ അതിനെ റെക്ടിഫിക്കേഷൻ ചെയ്യുക. അപ്പൊ റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കിട്ടുന്നത് എന്താണ്? റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് പൾസേറ്റിംഗ് DC ആണ് നമുക്ക് കിട്ടുക. പൾസേറ്റിംഗ് DC, അതായത് AC ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് സൈൻ വേവ് ആണ്. ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ഒരു സൈക്കിൾ മാത്രമായിട്ട് നമുക്ക് കിട്ടും അല്ലെ. നെക്സ്റ്റ് അതിനെ നമ്മൾ എന്ത് ചെയ്യും? ഫിൽട്ടർ ചെയ്യും. ഫിൽട്ടർ ചെയ്യാൻ നോർമലി നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു കപ്പാസിറ്റർ ആണ്. കപ്പാസിറ്റർ ഫിൽട്ടർ ആണ് നമുക്ക് യൂസ് ചെയ്യുന്നത്. ഇതിന് നമുക്ക് പലതരത്തിലുള്ള ഫിൽട്ടേഴ്സ് ഉണ്ട്. RC ഫിൽട്ടർ, LC ഫിൽട്ടർ ഒക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫിൽട്ടർ ചെയ്യാം. ഫിൽട്ടറിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റെക്ടിഫൈഡ് ആയിട്ട് വരുന്ന ഔട്ട്പുട്ടിൽ വരുന്ന അതായത് ഇത് പൾസേറ്റിംഗ് DC ആണ്. അതായത് വേരി ചെയ്യുന്നുണ്ട്, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ല എന്നുള്ളൂ, പക്ഷെ വേരി ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ ആണ് നമ്മൾ റിപ്പിൾസ് എന്ന് പറയുന്നത്. ഈ റിപ്പിളിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിൽട്ടർ യൂസ് ചെയ്യുന്നത്. സോ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അതിനകത്തും നമുക്ക് ഒരു പക്ക DC ആയിരിക്കില്ല, അതിലും നമുക്ക് റിപ്പിൾസ് ഉണ്ട്. 100% റിപ്പിൾസ് നമുക്ക് ഫിൽട്ടർ ചെയ്താൽ ഒഴിവാക്കാനായിട്ട് പറ്റില്ല. പക്ഷെ നമുക്ക് എന്താണ് ഔട്ട്പുട്ട് വേണ്ടത്? നമുക്ക് ഇപ്പൊ നമ്മളുടെ വീട്ടിലൊരു മൊബൈൽ ഫോണിന്റെ ചാർജർ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അത് 5 വോൾട്ട് ആണെങ്കിൽ 5 വോൾട്ട് ഇങ്ങനെ കോൺസ്റ്റന്റ് വോൾട്ടേജ് ആയിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടത്. സോ നമുക്ക് ഇങ്ങനെ ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് ആയിട്ട് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? റെഗുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്, വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ റെഗുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് എത്ര വോൾട്ടേജ് ആണോ വേണ്ടത് ആ ഒരു വോൾട്ടേജിലേക്ക് നമ്മൾ റെഗുലേറ്റ് ചെയ്തെടുക്കും. അപ്പൊ ഇതാണൊരു പവർ സപ്ലൈയുടെ. സോ ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴും നമുക്ക് ഈ കിട്ടുന്ന DC ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ടല്ലോ, അത് നമ്മുടെ ഈ AC ഇൻപുട്ടിലുള്ള വോൾട്ടേജിൽ വേരിയേഷൻസ് വരുമ്പോഴും, അതുപോലെ തന്നെ നമ്മൾ കണക്ട് ചെയ്യുന്ന ലോഡ് അതിലൂടെയുള്ള കറണ്ടിൽ വ്യത്യാസം വരുന്ന സമയത്തും നമ്മളുടെ ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് മാറാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കോൺസ്റ്റന്റ് ആവാതെ അത് വേരി ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെ അത് കിട്ടാതിരിക്കണമെങ്കിൽ, അങ്ങനെ വേരിയേഷൻ വരാതിരിക്കണമെങ്കിൽ നമ്മൾ വോൾട്ടേജ് റെഗുലേറ്റർ വിത്ത് സെനർ ഡയോഡ് ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതാണ് അവിടെ സെനർ ഡയോഡിന്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആ കാര്യമാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ദ DC ഔട്ട്പുട്ട് വോൾട്ടേജ് ലെവൽ ഓഫ് എ പവർ സപ്ലൈ സച്ച് ആസ്
full wave and bridge rectifier tend to decrease or increase. ഡിക്രീസ് ചെയ്യുകയോ ഇൻക്രീസ് ചെയ്യുകയോ ചെയ്യാം. എപ്പോഴാണ് അത് ചെയ്യുക? വെനെവർ ദർ ഈസ് എ ചേഞ്ചസ് ഇൻ ലോഡ് കറന്റ്. ലോഡില് നമുക്ക് ലോഡ് കറന്റ് ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജിൽ വ്യത്യാസം വരാം. അതേപോലെ തന്നെ വെനെവർ ദർ ഈസ് എ ചേഞ്ച് ഇൻ എ സി ഇൻപുട്ട് വോൾട്ടേജ്. എ സി ഇൻപുട്ട് വോൾട്ടേജിൽ ചേഞ്ച് ഉണ്ടാകുമ്പോഴും ഇവിടെ ഡി സി ഔട്ട്പുട്ട് വോൾട്ടേജ് ചേഞ്ച് ചെയ്യാം. അപ്പൊ രണ്ട് കേസിലും നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ ഇതിനെ ഇപ്പൊ നമ്മളുടെ ഈ ലോഡ് കറന്റിലെ വ്യത്യാസം വരുന്നതിനനുസരിച്ചിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്നു. അതിനെ നമ്മൾ ലോഡ് റെഗുലേഷൻ എന്നാണ് പറയുക. ലോഡ് റെഗുലേഷൻ അത് ഞാൻ അടുത്ത സ്ലൈഡിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ്, ഔട്ട്പുട്ട് ഡി സി വോൾട്ടേജ് ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു ചേഞ്ചസ് ഇൻ ഇൻപുട്ട് എ സി വോൾട്ടേജ്, അതിനെ നമ്മൾ ലൈൻ റെഗുലേഷൻ എന്നാണ് പറയുക. ലൈൻ റെഗുലേഷൻ ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. Okay, so our aim is to regulate the DC output of power supply so as to keep the DC output level constant. ഈ DC ഔട്ട്പുട്ടിനെ നമുക്ക് കോൺസ്റ്റന്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ വേരിയിങ് ആയിട്ടുള്ള വോൾട്ടേജിനെ നമ്മൾ റെഗുലേറ്റ് ചെയ്യണം. അപ്പൊ ഈ ഡി സി ലോഡ് കറന്റിൽ ചേഞ്ച് ചെയ്താലോ അല്ലെങ്കിൽ എ സി ഇൻപുട്ട് വോൾട്ടേജിൽ ചേഞ്ച് ചെയ്താലോ there should not be changes in output DC voltage. Okay, അതാണ് നമ്മളുടെ എയിം. So circuit or components used to keep the DC output voltage of a power supply constant are called voltage regulators. So അങ്ങനെയുള്ള ഇത് DC ഔട്ട്പുട്ടിനെ കോൺസ്റ്റന്റ് ആക്കിയിട്ട് വെക്കുന്ന സർക്യൂട്ടിനെയാണ് നമ്മൾ എന്ത് പറയുക, അല്ലെങ്കിൽ കമ്പോണന്റിനെയാണ് നമ്മൾ റെഗുലേറ്റേഴ്സ് എന്ന് പറയുക. വോൾട്ടേജ് കോമൺലി വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് എന്ന് പറയാം. വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് IC ആയിട്ട് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നമുക്ക് ഇറ്റ് ക്യാൻ ബി ക്രിയേറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെനർ ഡയോഡ്. സെനർ ഡയോഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് നമ്മളുടെ ഇതിന്റെ ബേസിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് റെഗുലേഷൻ ഫാക്ടർ എന്താണെന്ന് നോക്കാം. റെഗുലേഷൻ ഫാക്ടർ ഈ ഡി സി ഔട്ട്പുട്ട് വോൾട്ടേജിനെ റെഗുലേറ്റ് ചെയ്യുന്ന സമയത്ത് എത്രമാത്രം റെഗുലേഷൻ വരുന്നുണ്ട്, അതിന്റെ ഒരു മെഷർ ആണ് ഈ റെഗുലേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, വിൽ ഹാവ് ബോത്ത് ലോഡ് റെഗുലേഷൻ ആൻഡ് ലൈൻ റെഗുലേഷൻ. ലോഡ് റെഗുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ലോഡ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ ദ എബിലിറ്റി ഓഫ് ദ പവർ സപ്ലൈ ടു മെയിൻറ്റെയിൻ എ കോൺസ്റ്റന്റ് ഡി സി ഔട്ട്പുട്ട് വോൾട്ടേജ് ഫോർ വേരിയേഷൻസ് ഇൻ ലോഡ് കറന്റ്. ഞാൻ ഇവിടെ മുന്നത്തെ സ്ലൈഡിൽ തന്നെ പറഞ്ഞു, whenever there is load current changes, increases or decreases, the method to regulate the DC output voltage is called load regulation. അതിനെയാണ് നമ്മൾ ലോഡ് റെഗുലേഷൻ എന്ന് പറയുന്നത്. The ability of power supply to maintain a constant DC output voltage for variations in the load current is referred to as load regulation. ഇതിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് പെർസെന്റേജിലാണ്. ലോഡ് റെഗുലേഷൻ ഈസ് എക്സ്പ്രസ്ഡ് ആസ് പെർസെന്റേജ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലോഡ് റെഗുലേഷൻ ഫാക്ടർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് വി നോ ലോഡ് മൈനസ് വി ഫുൾ ലോഡ് ഡിവൈഡഡ് ബൈ വി നോ ലോഡ് ഇൻറ്റു 100%. അതായത് നമ്മളൊരു പവർ സപ്ലൈ കൺസ്ട്രക്ട് ചെയ്തു, അതിൽ കുറെ കമ്പോണൻസ് ഒക്കെ ഉണ്ട്. അവസാനം നമുക്കൊരു വോൾട്ടേജ് കിട്ടി, നമുക്കൊരു ഡി സി വോൾട്ടേജ് കിട്ടി, ഡി സി ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടി. ഈ ഡി സി ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് ലോഡൊന്നും കണക്ട് ചെയ്യാത്തപ്പോൾ നമ്മൾ മെഷർ ചെയ്യുന്നു. അതാണ് വി നോ ലോഡ്. വി നോ ലോഡ് ഈസ് ഡി സി ഔട്ട്പുട്ട് അറ്റ് നോ ലോഡ് ഓപ്പൺ സർക്യൂട്ട്. നമ്മൾ ഇവിടെ പവർ സപ്ലൈ കഴിഞ്ഞു, വോൾട്ടേജ് റെഗുലേറ്റർ കഴിഞ്ഞു, നമുക്കൊരു ഡി സി ഔട്ട്പുട്ട് കിട്ടി. ആ ഡി സി ഔട്ട്പുട്ടിൽ നമ്മൾ ലോഡൊന്നും കണക്ട് ചെയ്തിട്ടില്ല. നമ്മളുടെ മൊബൈൽ ചാർജർ ഡിവൈസോ അല്ലെങ്കിൽ അതുപോലെ ഡി സിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സംഭവം നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല. ആ സമയത്ത് എത്രയാണോ ഔട്ട്പുട്ട് വോൾട്ടേജ്, അതിനെയാണ് നമ്മൾ നോ ലോഡ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇനി വി നോ ലോഡ് മൈനസ് വി ഫുൾ ലോഡ്. what do you mean by വി ഫുൾ ലോഡ്? വി ഫുൾ ലോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഡി സി ഔട്ട്പുട്ട്, നമ്മുടെ പവർ സപ്ലൈയുടെ ഔട്ട്പുട്ടിൽ നമ്മൾ ഒരു ലോഡ് കണക്ട് ചെയ്തു. ലെറ്റ് ഇറ്റ് ബി എ മൊബൈൽ ചാർജർ, ഒരു മൊബൈൽ ചാർജർ കണക്ട് ചെയ്തു. ആ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ വരുന്ന ഡി സി ഔട്ട്പുട്ട് വോൾട്ടേജിനെയാണ് നമ്മൾ വി ഫുൾ ലോഡ് എന്ന് പറയുന്നത്. So V no load minus V full load divided by V no load into 100. This is called load regulation. Okay. ഇനി ഈ ലോഡ് റെഗുലേഷൻ പെർസെന്റേജിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യണേന്ന് പറഞ്ഞു. ഇത് വളരെ ലോ ആയിരിക്കണം ഫോർ ബെറ്റർ റെഗുലേഷൻ. അതായത് ചേഞ്ചസ് വരാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് ഈ ഡിഫറൻസ് ഉണ്ടാവാൻ പാടില്ല. ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 0 ആവണം. അപ്പോഴാണ് നമുക്ക് നല്ലൊരു റെഗുലേറ്റഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുന്നത്. നമുക്ക് ഈ ലോഡ് കറന്റിൽ ചേഞ്ച് ഉണ്ടാകുന്ന സമയത്തൊന്നും ഈ ലോഡ് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും
അവിടെ ലോഡ് കറന്റിൽ വ്യത്യാസം വരും. ആ വ്യത്യാസം വരുന്നത് കൊണ്ടാണ് നമുക്ക് ഈ എന്ത് വരുന്ന ഫുൾ ലോഡ് കണക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ലോഡ് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് DC ഔട്ട്പുട്ട് വോൾട്ടേജ് വേരി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരാൻ പാടില്ല. അതായത് ഈ ഡിഫറൻസ് 0 ആയിരിക്കണം. അപ്പൊ ബെറ്റർ ആയിട്ടുള്ള ഒരു ലോഡ് റെഗുലേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ വെരി ലോ വാല്യൂ. So it should be noted that lower the percentage of the load regulation factor, better is the voltage regulation. അപ്പൊ നല്ലതായിട്ട്, അതായത് കോൺസ്റ്റന്റ് ആയിട്ട് DC ഔട്ട്പുട്ട് വോൾട്ടേജ് തന്നെ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു പവർ സപ്ലൈയുടെ ലോഡ് റെഗുലേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 0 ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു പ്രാക്ടിക്കൽ കൺസിഡറേഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഗുഡ് പവർ സപ്ലൈയുടെ ലോഡ് റെഗുലേഷൻ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലെസ് ദാൻ 0.1% ആയിരിക്കണം. ലെസ് ദാൻ 0.1% ആയിരിക്കണം നമ്മുടെ ലോഡ് റെഗുലേഷൻ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഒറ്റ എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ലോഡ് റെഗുലേഷന്റെ DC ഔട്ട്പുട്ട് ഓഫ് എ പവർ സപ്ലൈ ഈസ് 12 വോൾട്ട്. 12 വോൾട്ട് ആണ്. നമുക്ക് എപ്പോഴാണത് നോ ലോഡ്, അതായത് ലോഡ് ഒന്നും കണക്ട് ചെയ്യാത്തപ്പോൾ നമുക്ക് DC ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 12 വോൾട്ട് ആണ്. അപ്പൊ അതായത് വി നോ ലോഡ് ആണ് 12 വോൾട്ട് എന്ന് പറയുന്നത്. ആൻഡ് 11 വോൾട്ട് അറ്റ് ഫുൾ ലോഡ്. ഇനി നമ്മൾ ലോഡ് കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും DC ഔട്ട്പുട്ട് എന്തായി? ഫുൾ ലോഡിൽ അത് 11 വോൾട്ട് ആയിട്ട് കുറഞ്ഞു, വേരി ചെയ്തു. അപ്പൊ അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിന്നില്ല, ചെറുതായിട്ട് വേരിയേഷൻ വന്നു. സോ വാട്ട് ഷുഡ് ബി ദ ലോഡ് റെഗുലേഷൻ പെർസെന്റേജ്? വി നോ ലോഡ്, ഇതാണ് ഇക്വേഷൻ. എന്തായിരുന്നു ഇക്വേഷൻ? വി നോ ലോഡ് മൈനസ് വി ഫുൾ ലോഡ് ഡിവൈഡഡ് ബൈ വി ഫുൾ ലോഡ് ഇൻറ്റു വി നോ ലോഡ്, അല്ലെ? വി നോ ലോഡ്, അല്ലെ? V no load minus V full load divided by V no load into 100% ആണ് ഇക്വേഷൻ. So this will be equal to no load voltage എന്ന് പറയുന്നത് 12 ആണ് മൈനസ് 11. സോ ഇവിടെ ഒറ്റൊരു വോൾട്ടേജ് വ്യത്യാസം വന്നിട്ടുള്ളൂ, 12 11 ആയി. ഡിവൈഡഡ് ബൈ 12 എന്ന് വരും. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു 1/12 ഇൻറ്റു 100 എന്ന് വരും. ഇത് അപ്രോക്സിമേറ്റ്ലി 100/12 എന്നാണ് വരിക. 100/12 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർസെന്റേജിൽ എടുക്കുന്ന സമയത്ത് നമുക്ക് 8.33% ആണ് കിട്ടുക. സോ ബെറ്റർ റെഗുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷുഡ് ബി ലെസ് ദാൻ 0.1% എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് അത്ര നല്ല ഒരു പവർ സപ്ലൈ അല്ല. ഈ എക്സാമ്പിളിൽ കൊടുത്തിട്ടുള്ള ഒരു പവർ സപ്ലൈ, അതിന്റെ ലോഡ് റെഗുലേഷൻ ഫാക്ടർ 8.33 എന്നാണ് പറയുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് പവർ സപ്ലൈ. അതിന്റെ ലോഡ് റെഗുലേഷൻ കൂടുതലാണ്. അപ്പൊ ഗുഡ് പവർ സപ്ലൈ ആണെങ്കിൽ ലോഡ് റെഗുലേഷന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 0.1% ആയിരിക്കണം എന്നാണ്. അപ്പൊ അതാണ് ലോഡ് റെഗുലേഷൻ എന്ന് പറയുന്നത്. ലോഡ് റെഗുലേഷൻ എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് ലോഡ് കറന്റിൽ ചേഞ്ചസ് ഉണ്ടാവുന്നതിനനുസരിച്ചിട്ട് DC ഔട്ട്പുട്ട് വോൾട്ടേജിനെ കോൺസ്റ്റന്റ് ആക്കി വെക്കാനുള്ള പവർ സപ്ലൈയുടെ എബിലിറ്റിനെയാണ് നമ്മൾ ലോഡ് റെഗുലേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ലൈൻ റെഗുലേഷൻ ആണ്. ലൈൻ റെഗുലേഷൻ എന്താണ്? ലൈൻ റെഗുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is regulating the DC output voltage for variations in the input AC level. നമുക്ക് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് DC ഔട്ട്പുട്ട് വോൾട്ടേജ് വേരി ചെയ്യണമെന്ന് പറഞ്ഞു. ഒന്നാമത്തത് ഔട്ട്പുട്ട് DC ലോഡ് കറണ്ട് ആണ്, ലോഡ് കറണ്ടിലെ വേരിയേഷൻ കൊണ്ടാണ്. അതിനെ നമ്മൾ ലോഡ് റെഗുലേഷന്റെ ടേംസിൽ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി ഇൻപുട്ട് AC വോൾട്ടേജ് ലെവലിൽ വേരിയേഷൻ ഉണ്ടാവുന്നത് കൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് DC വോൾട്ടേജ് ചേഞ്ച് ആവുന്നു. അതിനെയാണ് നമ്മൾ ലൈൻ റെഗുലേഷൻ എന്ന് പറയുന്നത്. So line regulation, it is also expressed in percentage. Percentageil തന്നെയാണ്. It is equal to delta V out divided by delta V in into 100%. So എന്താണ് delta V out എന്ന് പറയുന്നത്? delta V out എന്ന് പറയുന്നത് ഡെൽറ്റ എന്ന് പറയുന്ന ചേഞ്ചിനെയാണ്, സ്മോൾ ചേഞ്ചിനെയാണ് ഡെൽറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഡെൽറ്റ V out is the change in output DC voltage. ഇതിനെയാണ് നമ്മൾ ഡെൽറ്റ വി ഔട്ട് എന്ന് പറയുന്നത്. അതായത് എത്രമാത്രം ഔട്ട്പുട്ട് DC വോൾട്ടേജ് ചേഞ്ച് വന്നിട്ടുണ്ട്, ആ ഒരു കാര്യമാണ് ഇവിടെ ഡെൽറ്റ വി ഔട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വാട്ട് ഈസ് ഡെൽറ്റ വി ഇൻ? ഇറ്റ് ഈസ് ചേഞ്ച് ഇൻ ഇൻപുട്ട് AC വോൾട്ടേജ്. ഇൻപുട്ട് AC വോൾട്ടേജ് എത്ര ചേഞ്ച് ചെയ്തു എന്നുള്ളതാണ് ഈ ഡിനോമിനേറ്റർ ഫാക്ടർ. സോ ഇൻറ്റു 100%. സോ ഈ ഒരു ഫാക്ടറാണ് ലൈൻ റെഗുലേഷൻ എന്ന് പറയുന്നത്. ഇനി ലോഡ് റെഗുലേഷനും ലൈൻ റെഗുലേഷനും ഗ്രാഫൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും. അപ്പൊ അത് ഈ ടോപ്പിക്കിന്റെ അത്ര ഡീപ്പായിട്ട് പോകണ്ടാത്തത് കൊണ്ടാണ്. അപ്പൊ ഞാൻ ആദ്യം ലോഡ് റെഗുലേഷൻ കർവ് വരയ്ക്കാം. ലോഡ് റെഗുലേഷൻ കർവ് എന്ന് പറയുന്നത് IL,
ഇവിടെ ഔട്ട്പുട്ട് വി ഔട്ട്പുട്ട് ഇങ്ങനെ സ്ലൈറ്റ്ലി ഡിക്രീസ് ആകും. സ്ലൈറ്റ് ഡിക്രീസ് ആണ് കേട്ടോ, സ്ലൈറ്റ്ലി ഡിക്രീസ് ആകും. ഇതിലുള്ള വേരിയേഷൻ അനുസരിച്ചിട്ട് ഇവിടെ ഔട്ട്പുട്ട് ഡിക്രീസ് ആകും. ഇനി ലൈൻ റെഗുലേഷൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ലൈൻ റെഗുലേഷൻ കർവിൽ നമുക്ക് ഇവിടെ ഇൻപുട്ട് വി ഇൻ, ഇവിടെ വി ഔട്ട്, ഇത് ചെറിയതായിട്ട് ജസ്റ്റ് ഇൻക്രീസ് ആവുക ചെയ്യും. ഇതാണ് ലൈൻ റെഗുലേഷൻ.